സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷത്തിന്റെ പദ്ധതികളിലൊന്നായ പ്രമേയ സമ്മേളനം സംസ്ഥാനത്തുടനീളം 200 കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നതിന്റെ ഭാഗമായി പൊന്നാനി സോൺ കമ്മിറ്റിയും പ്രമേയ സമ്മേളനം സംഘടിപ്പിച്ചു. പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം KM മുഹമ്മദ് കാസിംഖോയ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുസ്ലിങ്ങളെ, മലബാറിലെ മുസ്ലിങ്ങളെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്. വ്യത്യസ്ത പേരുകളിൽ അവർ വിളിച്ചിരുന്നു. അധിക്ഷേപത്തിന്റെ ഭാഷയിലുള്ള പേരുകൾ അവർ വിളിച്ചിരുന്നു. അതിലൊന്ന് കാട്ടുമാപ്പിളമാർ എന്നൊരു വിളിയാണ്. ജംഗിൾ മാപ്പിളാസ്. ബ്രിട്ടീഷ് രേഖകളിലൊക്കെ ഈ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് മുസ്ലിം സമൂഹത്തെ, മാപ്പിളമാരെ കാട്ടുമാപ്പിളമാർ എന്ന് വിളിച്ചത്? തീർച്ചയായും അതിന്റെ പിറകിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമൂഹം അപരിഷ്കൃതമായ ജനവിഭാഗമായിരുന്നു. അവർ വിദ്യാവിഹീനരായിരുന്നു. അവർ വെളിച്ചമെത്താത്ത ആളുകളായിരുന്നു. അവർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അവർ പരിഷ്കരണങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകളായിരുന്നു എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ ഭാഗത്ത് നിന്ന് മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. വളരെ വിദ്വേഷജനകമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഈ മാപ്പിളമാരെ കുറിച്ച് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം, ഞങ്ങൾ അവർക്കെതിരെ നടത്തുന്ന ഏത് സൈനിക നീക്കങ്ങൾക്കും ഏത് രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങൾക്കും ന്യായീകരണം ഉണ്ടാക്കുക എന്നതാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് ഏത് കാലത്തും നടക്കുന്ന രാഷ്ട്രീയമാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ പേരിൽ ആക്രമണം നടത്തണമെങ്കിൽ അതിന് തത്വശാസ്ത്രത്തെ നിർമ്മിക്കുക, അതിന് ആശയ പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക. അത് ഏത് കാലത്തും നടക്കും. സയ്യിദ് സീതി കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സാദിഖ് വെളിമുക്ക്, സുലൈമാൻ സക്കാഫി മാളിയേക്കൽ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. അഷ്റഫ് ബാക്കവി, ഹംസ സക്കാഫി, സിദ്ദീഖ് അൻവരി, സുബൈർ ബാക്കവി, മൻസൂർ പുത്തൻപള്ളി, അലി സാദി, ഉസ്മാൻ കാമിൽ സക്കാഫി, സക്കീർ കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു.